നിലമ്പൂരിൽ മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മലയോര കർഷകരെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലെ വനം വകുപ്പ് ആസ്ഥാനത്തിന് മുൻപിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. പന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്രയും വിഡ്ഢിത്തം പറയുന്ന മുഖ്യമന്ത്രി വേറെ കാണില്ല. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ വേണ്ട ഒരു ലൈസൻസ് പ്രധാനമന്ത്രി നൽകേണ്ടതില്ല. അത്തരം അധികാരങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് വളരെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് കേരള സർക്കാർ ഉപയോഗിക്കാത്തതിന് കേന്ദ്രത്തെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആനയ്ക്ക് എത്ര കാലുണ്ട് എന്നുപോലും അറിയാത്ത ഒരു വനമന്ത്രിയാണ് പിണറായി വിജയൻ വെച്ചിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വന്യജീവികളെ കൊല്ലുവാനുള്ള ലൈസൻസ് ലഭിക്കുവാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ്. വന്യജീവികളെ തുരത്തുവാനും കൊല്ലാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പാർലമെന്റിൽ തന്നെ കേന്ദ്ര വനം മന്ത്രി പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിയമം തന്നെയും ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് ലൈസൻസിനാണ് കേരളത്തിന് ലഭിക്കുവാനുള്ളത്? സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുവാൻ പിണറായി സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമമാണിത്. മലയോര ജനതയ്ക്ക് ആശ്വാസമായി 2023 കേന്ദ്ര സർക്കാർ വനഭേദഗതി നിയമം കൊണ്ടുവന്നു. എന്നാൽ അത് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും ചർച്ച ചെയ്തില്ല. ആ നിയമ ഭേദഗതി മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഭൂമി വാങ്ങിയവരുടെ പട്ടയം സ്ഥിരപ്പെടുത്തൽ, ചെറിയ കെട്ടിടങ്ങളും കടമുറികളും വച്ചവരുടെ റവന്യൂപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നിവയ്ക്കും ഇതിലൂടെ പരിഹാരം കാണുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുവാൻ മറ്റ് സംസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ ഇവയൊന്നും നടപ്പാക്കുവാൻ കേരള സർക്കാർ മാത്രം തയ്യാറായില്ല. നിലമ്പൂരിലെ മലയോര ജനത നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കേണ്ടത് മലയോര ജനതയുടെ ആവശ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അഡ്വക്കേറ്റ് S സുരേഷ്, അനൂപ് ആന്റണി, മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ്, BDJS ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്, ബിജു സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.